ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി 5ാമത്തെ പാഠം നന്നാവാൻ ഒന്നാവാമാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വായിക്കാം. നന്നാവാൻ ഒന്നാവാം. എല്ലാവരും നന്നായിരിക്കുന്നത് എപ്പോഴാണ്? എല്ലാവരും ഒന്നായി ചേർന്നിരിക്കുമ്പോഴാണ് നന്നായിരിക്കാൻ കഴിയുന്നത്, അല്ലേ? ആർക്കും ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല, അല്ലേ? എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോഴാണ് ഐക്യമത്യം മഹാബലം എന്ന് പറയുന്നത് പോലെ ഒന്നായി ചേരുമ്പോഴാണ് നന്നായിരിക്കാൻ കഴിയുന്നത്. അവിടെ 2 ചിത്രങ്ങൾ കാണാം. ഒന്ന്, ഒരു ആന കുളത്തിൽ വീണ് അതിനെ രക്ഷിക്കാൻ വേണ്ടി നാട്ടുകാരെല്ലാം കൂടി കൈകോർക്കുന്നതാണ്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിക്കുന്നു, അതുപോലെ ജലം വറ്റിക്കാൻ വേണ്ടി ഹോസ് ഉപയോഗിക്കുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് സഹജീവികളോടുള്ള സ്നേഹമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത ചിത്രം നോക്കാം. ഒരു വീൽ ചെയറിൽ ഒരു കുട്ടി ഇരിക്കുന്നു. സഹപാഠികൾ ആ കുട്ടിയെ കൂടി സഹായിച്ച് കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് എല്ലാവർക്കും നന്നാവാൻ സാധിക്കുന്നത്. അവിടെ ഒരു ചിത്രം കാണാമല്ലോ. സിദ്ധാർത്ഥനെയും ദേവദത്തനെയുമാണ് കാണുന്നത്. നമുക്ക് കഥ പറയാം. അതിനു മുന്നേ അതൊന്ന് വായിക്കാം. വലുതിൻ നിര ചെറുതെന്നതു മൃഗജീവിത നിയമം, ചെറുതിൻ തുണ വലുതെന്നതു തന്നെ നരധർമ്മം, ദൃഢമേവരും ഇവിടെ സുഖം അവരേണ്ടവരല്ലോ, സമഭാവന കൈക്കൊള്ളുക സമഭാവന ശരണം. ഇത് സഹോദരൻ അയ്യപ്പന്റെ സമഭാവന എന്ന കൃതിയിൽ നിന്നെടുത്ത ഭാഗമാണ്. എന്താണ് ഇതിൽ പറയുന്നത്? വലുതിൻ നിര ചെറുതെന്നതു മൃഗജീവിത നിയമം. മൃഗജീവിത നിയമത്തിൽ വലുതിൻ നിര, വലിയ മൃഗങ്ങൾക്ക് ഇരയെന്ന് പറയുന്നത് ചെറിയ മൃഗങ്ങളാണ്. ചെറുതിൻ തുണ വലുതെന്നതു തന്നെ നരധർമ്മം, അതായത് മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത് ചെറിയവർക്ക് വലിയവർ തുണയാവണം, അവശർക്കും നിരാലംബർക്കും വലിയവൻ തുണയായി മാറണം. ദൃഢമേവരും ഇവിടെ സുഖം അവരേണ്ടവരല്ലോ, ഇവിടെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. സമഭാവന കൈക്കൊള്ളുക സമഭാവന ശരണം. ഏത് സാഹചര്യത്തിലായാലും സമഭാവന കൈവിടാതെ ജീവിക്കുകയാണ് വേണ്ടത്. അത് സുഖത്തിലായാലും ദുഃഖത്തിലായാലും വിജയത്തിലായാലും പരാജയത്തിലായാലും മനസ്സിനെ തുല്യമായ രീതിയിൽ തുല്യതയിൽ നിർത്താൻ കഴിയുന്നവനാണ് സമഭാവനയുള്ളവൻ. അങ്ങനെയായി തീരണമെന്നാണ് സഹോദരൻ അയ്യപ്പൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. താഴെ ഒരു ചോദ്യമുണ്ട്, നമുക്ക് വായിക്കാം. ചിത്രവുമായി ബന്ധപ്പെട്ട ആരാണ് അവകാശി എന്ന കഥ ടീച്ചർ പറഞ്ഞു തന്നല്ലോ. ആ കഥയും ഈ കവിതയും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? അപ്പൊ നമുക്ക് ആരാണ് അവകാശി എന്നുള്ള കഥ ആദ്യം പറയാം, അതിനുശേഷം ഈ ചോദ്യം നോക്കാം. ആരാണ് അവകാശി? ഒരു ദിവസം സിദ്ധാർത്ഥ രാജകുമാരൻ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ കൂടി നദീതീരത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം അരയന്നങ്ങൾ പറന്നു പോകുന്നുണ്ടായിരുന്നു. അവയുടെ പറക്കലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പക്ഷി സിദ്ധാർത്ഥ രാജകുമാരന്റെ മുമ്പിൽ വീണു. അതിന്റെ ഒരു ചിറകിനടിയിൽ ഒരു അമ്പ് തറച്ചിരുന്നു. സിദ്ധാർത്ഥ രാജകുമാരൻ അത് മെല്ലെ മാറ്റി പക്ഷിയുടെ മുറിവ് കെട്ടി അതിനെ ശുശ്രൂഷിച്ചു. അപ്പോൾ സിദ്ധാർത്ഥന്റെ ബന്ധുവായ ദേവദത്തൻ അവിടെ ഓടിയെത്തി. താൻ അമ്പെയ്ത് വീഴ്ത്തിയ പക്ഷിയെ എടുക്കാനായിരുന്നു അയാൾ വന്നത്. പക്ഷേ സിദ്ധാർത്ഥൻ പക്ഷിയെ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ പാവം പക്ഷിയുടെ ജീവൻ രക്ഷിച്ച തനിക്ക് അവകാശപ്പെട്ടതാണ് ആ പക്ഷി എന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു. പക്ഷേ സുഖം പ്രാപിച്ചപ്പോൾ പക്ഷിയെ സിദ്ധാർത്ഥൻ സ്വതന്ത്രമാക്കി. ഇതാണ് ആരാണ് അവകാശി എന്നുള്ള കഥ. എങ്കിൽ നമുക്ക് ചോദ്യം നോക്കാം. ചിത്രവുമായി ബന്ധപ്പെട്ട ആരാണ് അവകാശി എന്ന കഥ ടീച്ചർ പറഞ്ഞു തന്നല്ലോ. ആ കഥയും ഈ കവിതയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? വലിയ ജീവികൾ ചെറിയ ജീവികളെ പിടിച്ചു തിന്നും, അതാണ് മൃഗങ്ങളുടെ ലോകത്തിലെ നിയമം. എന്നാൽ മനുഷ്യർ മൃഗങ്ങളെ പോലെ ആവരുത്. ചെറിയവരെയും ദുർബലരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ധർമ്മം. ഈ ലോകത്ത് ശക്തിയുള്ളവനും ഇല്ലാത്തവനും പാവപ്പെട്ടവനും പണക്കാരനും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടവരാണ്. എല്ലാവരും തുല്യരാണ് എന്ന ചിന്ത, സമഭാവന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. സ്നേഹത്തിന്റെയും സമഭാവനയുടെയും പ്രാധാന്യമാണ് കഥയും കവിതയും പറഞ്ഞു തരുന്നത്. അടുത്ത് നോക്കാം. വിരുന്നൊരുക്കാം. സമഭാവനയും സ്നേഹവുമാണ് ലോകത്തെ സുന്ദരമാക്കുന്നത്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? എന്താണ് സമഭാവന? എല്ലാവരോടും എല്ലാ സാഹചര്യങ്ങളിലും ഒരേ മനോഭാവം പുലർത്തുന്ന നിലയെയാണ് നമ്മൾ സമഭാവന എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മീനുകുട്ടി വിരുന്നൊരുക്കുന്നത് നോക്കൂ. നമുക്ക് മീനുകുട്ടി വിരുന്നൊരുക്കുന്നതും അവിടെ കുറെ ജീവികൾ നിൽക്കുന്നതുമൊക്കെ കാണാം. പാവയൂണിനൊരുക്കാം, നീ പോയി പറയേണ്ടോരെ വിളിച്ചോളൂ. പാറുകയായി മീനുക്കുട്ടി ഒരാളെയും വിടുവാൻ പാടില്ല.
മുറ്റത്തെ പാഴില മാറ്റി തൂത്തുനിരത്തി വെടുപ്പാക്കി സാരി നീട്ടി പന്തലുമിട്ടു നേരം കഴിയാറായല്ലോ. സാരമില്ല കളിയല്ലേ, ഈ പാചകം ഒരു കൺകെട്ടല്ലേ. പ്ലാവില കറുക ഉണക്കത്തോലും പൂവും കോലും ചെഞ്ചരലും കോരി വിളമ്പാൻ അമ്മ വരുമ്പോൾ ആരാർ വന്നു നിരക്കുന്നു. പാവയൂണിനൊരുക്കാൻ വേണ്ടി പറയേണ്ടവരെല്ലാം വിളിച്ചോളാൻ മീനുക്കുട്ടിയോട് അമ്മ പറഞ്ഞു. മീനുക്കുട്ടി അങ്ങനെ പാറുകയാണ് എല്ലാവരെയും വിളിക്കാൻ. അങ്ങനെ മുറ്റത്തെ പാഴില മാറ്റി, പാഴില എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു വീണ ഇലയൊക്കെ മാറ്റി തൂത്ത് വെടുപ്പാക്കി സാരി നീട്ടി ഒരു പന്തലൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ നേരം കഴിയാറായല്ലോ, സാരമില്ല, ഇതൊക്കെ കളിയല്ലേ, ഒരു കൺകെട്ടല്ലേ, ഒരു മായാജാലമല്ലേ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിലല്ലല്ലോ, കളിയല്ലേ. എന്നിട്ട് ഊണൊരുക്കാൻ എന്തൊക്കെയാണ് എടുക്കുന്നത്? പ്ലാവില, കറുക, ഉണക്കത്തോല്, പൂവ്, കോല്, ചരള്, പിന്നെ കോരി വിളമ്പാൻ അമ്മ വരുമ്പോൾ ആരൊക്കെയാണ് വന്ന് നിരക്കുന്നത്? ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാലു വെന്തു നടക്കും നായ, ആകെ നനഞ്ഞൊരു പെൺപൂച്ച, കാലൊടിഞ്ഞൊരു കണ്ണില്ലാത്തൊരു പാവം കാക്ക വയസ്സെത്തി, കൊമ്പുമുളയ്ക്ക കൊച്ചനൊരാട്, പല്ലില്ലാത്ത മണിക്കുട്ടൻ, കുടമണി കെട്ടിയ ചെമ്പിച്ചിപ്പൈ, അരികെ താറാവിൻ കൂട്ടം, കോഴിക്കൂട് തുറന്നൊരു കൂട്ടർ, ചോണനുറുമ്പിൻ പടയോട്ടം. അപ്പൊ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ആ കാല് വെന്തിട്ട് നടക്കുന്ന നായ, പിന്നെ ആകെ നനഞ്ഞ ഒരു പെൺപൂച്ച, കാലൊടിഞ്ഞ് കണ്ണില്ലാത്ത പാവം വയസ്സായ കാക്ക, കൊമ്പ് മുളയ്ക്കാത്ത ഒരു കൊച്ച് ആട്, പല്ലില്ലാത്ത മനുക്കുട്ടൻ, കുടമണി കെട്ടിയ ചെമ്പിച്ചിപ്പൈ പശു, താറാവിന്റെ കൂട്ടം. പിന്നെയോ കോഴിക്കൂട് തുറന്നപ്പോൾ ഒരു കൂട്ടർ വന്നു. ആര്? ചോണനുറുമ്പിന്റെ പടയോട്ടം. ചോണനുറുമ്പും വന്നു. ഇനി ബാക്കി നോക്കിയാലോ. അണ്ണാർ കണ്ണൻ വേട്ടാളന്മാർ അരുമത്തുമ്പികൾ പൂമ്പാറ്റ, അമ്പായി പായും പൂങ്കുരുവി, പൂച്ചെണ്ടിലുറങ്ങും തേനീച്ച, ചവിറ്റിലെ കിളി, പൈനകൾ മണ്ണിൽ കളിച്ചു തീരാ കുഴിയാന, പാവയൂണിന് പന്തിയൊരുങ്ങെ പഴയ യശോദ പിറക്കുന്നു, ആരിവർ എന്ത് പ്രപഞ്ചം മുഴുവൻ ആയമ്മയ്ക്കു പകയ്ക്കുന്നു, പറയുകയാണിതു കുറവായമ്മേ പലരും വരുവാനൊത്തില്ല, ഇവൾക്കു പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരൊറ്റ വറ്റാൽ നിറയിക്കാൻ. അപ്പൊ വീണ്ടും ആരൊക്കെയാ വന്നത്? അണ്ണാറക്കണ്ണൻ, വേട്ടാളന്മാർ, തുമ്പികൾ, പൂമ്പാറ്റ, പൂങ്കുരുവി, പൂഞ്ചെണ്ടിലുറങ്ങുന്ന തേനീച്ച, ചവിറ്റിലെ കിളി, പിന്നെയോ മൈനകൾ, മണ്ണിൽ ജീവിക്കുന്ന കുഴിയാന, പിന്നെ പാവയൂണിന് പന്തി ഒരുങ്ങിയപ്പോഴേ ആ പഴയ യശോദ, അതായത് നമ്മുടെ കണ്ണനെ, ശ്രീകൃഷ്ണനെ ഊട്ടി വളർത്തിയ പെറ്റമ്മയാണോ അല്ല പോറ്റമ്മയായ യശോദ പിറക്കുന്നു എന്നാണ് പറയുന്നത്. പ്രപഞ്ചം മുഴുവൻ ആ അമ്മയ്ക്ക് മക്കളെ പോലെയാണല്ലേ, എല്ലാവരും ഒരുപോലെയാണ്. അപ്പോ എന്താണ് പറയുന്നത് മീനുക്കുട്ടി പറയുന്നത്, ഇത് കുറവാണ് അമ്മേ, പലരും വരുവാൻ ഒത്തില്ല, അപ്പൊ അവരൊക്കെ വന്നാൽ എന്ത് കൊടുക്കുമെന്ന് മീനുക്കുട്ടി പറയുകയാണ്. അപ്പോൾ എന്ത് പറയുന്നു അമ്മ? ഇവൾക്ക് പുഞ്ചിരിയുണ്ടല്ലോ, ഒരൊറ്റ വറ്റാൽ തന്നെ വയറു നിറയ്ക്കാൻ വേണ്ടിയുള്ള പുഞ്ചിരി ഇവൾക്കുണ്ടല്ലോ എന്നാണ് കവി ഇവിടെ പറയുന്നത് അല്ലേ. ഇത് എഴുതിയതാരാണ്? പാവയൂണ് VM ഗിരിജ. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്? നമുക്ക് അറിഞ്ഞൂടാത്ത ആരെങ്കിലും തന്നെ ആയാൽ തന്നെയും, നമുക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പുഞ്ചിരി കൊടുത്താൽ തന്നെയും വയറ് നിറയുന്ന സമയങ്ങളുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യുക. ഒപ്പം ചെയ്യാൻ ഒരു സഹായവും പറ്റിയില്ലെങ്കിൽ ഒരു പുഞ്ചിരിയെങ്കിലും നമ്മൾ കൊടുക്കാൻ മറക്കാതിരിക്കുക. നമുക്ക് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. കവിത താളമിട്ട് ചൊല്ലൂ. അപ്പൊ നിങ്ങൾ കൂട്ടുകാരോടൊപ്പം ചേർന്ന് താളമിട്ട് കവിത ചൊല്ലണം. 2, മീനുക്കുട്ടി പറയുകയാണ്, ഇത് കുറവായമ്മേ പലരും വരുവാനൊത്തില്ല, സദ്യക്ക് ഇനി ആരെല്ലാം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആരൊക്കെ വരുമെന്ന് നിങ്ങൾക്ക് ഇതിലില്ലാത്ത എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ എഴുതാവുന്നതാണ്. ഞാൻ വണ്ണാത്തിക്കിളി, വായാടിക്കിളി, അടയ്ക്കാക്കുരുവി, ചിതൽ, ഉപ്പൻ, മണ്ണിര, ഓന്ത്, അരണ, അട്ട, കുട്ടുറുവൻ കിളി, ഒച്ച് ഇവരെല്ലാം വരുമെന്നാവാം പ്രതീക്ഷിക്കുന്നത് എന്ന് എഴുതുകയാണ്. 3, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ കരുതുന്ന വഴികൾ കണ്ടെത്തൂ, തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്ന് ചുരുക്കി എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എനിക്ക് ഏറ്റവും ഇഷ്ടമായതുമായ വരികൾ, ഇവൾക്ക് പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരൊറ്റ വറ്റാൽ നിറയിക്കാൻ. ഈ വരികൾ ഇഷ്ടപ്പെടാൻ കാരണം എല്ലാവരെയും ഊണിന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവർക്കെല്ലാം എന്തു കൊടുക്കുമെന്ന് കരുതി അമ്പരക്കുകയാണ് അമ്മ. എന്നാൽ വന്നവരെയെല്ലാം പുഞ്ചിരിച്ചു സ്വീകരിക്കുന്ന മീനുക്കുട്ടി എല്ലാവരും എത്തിയിട്ടില്ല, ഇനിയും വരുവാൻ ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. അവളുടെ മനോഹരമായ പുഞ്ചിരി കൊണ്ടുതന്നെ എല്ലാവരുടെയും മനസ്സു നിറയുമെന്നാണ് കവി പറയുന്നത്. അവളുടെ പുഞ്ചിരിയാകുന്ന വറ്റുകൊണ്ട് എല്ലാവരുടെയും വയറു നിറയ്ക്കാൻ കഴിയുമെന്നാണ് കവി സൂചിപ്പിക്കുന്നത്. അതിൽ നിന്നും മീനുക്കുട്ടിയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവും. ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് കാണുമല്ലേ? അപ്പൊ താളത്തിൽ ചൊല്ലി നോക്കുക. നിങ്ങളും നല്ല കുട്ടികളായിട്ട് വളരുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.